നമസ്കാരം. യെസ്, ബിഗ് ബോസിൻ്റെ ഫിനാലെ ഇന്നാണ്. ഇന്ന് സീസൺ 7 ബിഗ് ബോസ് സീസൺ ഫിനാലെ ഇന്ന് നടക്കാൻ പോവുകയാണ്. എന്തായാലും വലിയ വലിയ പോരാട്ടങ്ങൾ, ഒരുപാട് തർക്കങ്ങൾ, ബഹളങ്ങൾ, ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ എല്ലാത്തിനും ശേഷം ഒരു ടോപ്പ് 5 കണ്ടസ്റ്റൻ്റ് വരികയാണ്. അതിലേ നൂറയില്ല. നൂറയൊക്കെ ടിക്കറ്റ് ഫിനാലെ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ നൈസായിട്ട് അവസാന നിമിഷം അങ്ങ് ഒഴിവാക്കി. എന്നാലും ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതിൽ അനുമോൾ, അനീഷ്, അക്ബർ, നെവിൻ ഒക്കെ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഷാനവാസും ഉണ്ട്. ഇതാണ് ടോപ്പ് 5 കണ്ടസ്റ്റൻസ്. ഇനി ആരായിരിക്കും എന്നുള്ളത് പേഴ്സണലി അങ്ങനെ അഭിപ്രായമോ ബയസ്ഡ് ആയിട്ട് നിൽക്കുന്നൊന്നുമല്ല. പക്ഷേ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ വളരെ രീതിയിൽ അനുകൂലിക്കുന്ന 2 പേരുകളാണുള്ളത്. 2 പേര്. അതിൽ ഒരാൾ അനുമോളും ഒരാൾ അനീഷുമാണ്. ഇരുവരും തമ്മിലുള്ള കാനത്ത മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ മലയാളത്തിൽ ചരിത്രത്തിൽ തന്നെയായിരിക്കും ഇത്രയും വലിയൊരു സംഘർഷം നിൽക്കുന്നത്. നമുക്ക് സീസൺ 1 സാബുമോനാണ് ജയിക്കുമെന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാമായിരുന്നു. മണിക്കുട്ടനും കപ്പ് ഉയർത്തും എന്നുള്ളതായിരുന്നു നമുക്കറിയാമായിരുന്നു. ജിൻറ്റോയും ജയിക്കും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അങ്ങനെ പല സീസണുകളിലും കപ്പാര് നേടുമെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കും. ഇതവണ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് അനുമോളാണ് ഫ്രണ്ട് റണ്ണറിൽ നിൽക്കുന്നത്. അനുമോൾ തന്നെ ജയിക്കുമെന്ന് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അനുമോളുടെ കയ്യിൽ തന്നെ കപ്പ് കിട്ടുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണെങ്കിൽ പോലും അനീഷ് ഒരു ശക്തമായ മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സീസൺ 1 പേളി ശക്തമായ മത്സരാർത്ഥിയായിട്ട് നിന്നിരുന്നു. പക്ഷേ അവസാന ആഴ്ചയൊക്കെ ആയപ്പോഴേക്കും പേളിയുടെ ഗ്രാഫ് ഡൗൺ ആയി. പക്ഷേ ഇവിടെ അനീഷും അനുമോളും തമ്മിൽ നല്ല ശക്തമായ മത്സരം നിൽക്കുന്നുണ്ട്. അനീഷിന് നല്ലോണം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷെ അനുമോൾ നല്ല ബഹുദൂരം മുന്നിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എനിക്ക് അറിയത്തില്ല, നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതുമല്ല. പക്ഷെ നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ അനുമോൾ തന്നെയാണ് കപ്പ് നേടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. PR, അനുമോൾ കാശിറക്കി, കാശ് കൊടുത്തു. ഞാൻ അപ്പോഴും ഇപ്പോഴും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. കാശ് കൊടുത്തെങ്കിൽ ഇപ്പം എന്താ, നിങ്ങളൊരു കോമ്പറ്റീഷനിൽ മത്സരിക്കുമ്പോഴേക്കും നിങ്ങളെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു PR-ന് പണം കൊടുത്തു. ആ PR വൃത്തിയായിട്ട് പണി ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പോയി നിങ്ങളുടെ പണിയും വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും. ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ? അല്ലല്ലോ. ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ. ജനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കണ്ടസ്റ്റൻസിനല്ലേ അവർ തിരഞ്ഞെടുത്ത് അവർ വോട്ട് ചെയ്യുകയും ചെയ്യുള്ളൂ. എന്തായാലും വളരെ ശക്തമായ മത്സരം നിൽക്കുകയാണ്. നെവിന് യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ യെസ്, നെവിൻ നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണ്. ടോപ്പ് 5 വരേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെവിൻ ഒരു നല്ല എൻ്റർടൈനർ കൂടിയാണ്. ഇടയ്ക്കൊക്കെ ഓവറാവുന്നു, ചളവാകുന്നുണ്ടെന്നൊക്കെ ഉള്ളത് സത്യമാണ്. എന്നാൽ പോലും നെവിൻ എന്ന കോമ്പറ്റീറ്റർ അവിടെ അനിവാര്യമായിരുന്നു. പല ദിവസങ്ങളിലും കണ്ടന്റ് കിട്ടാനൊക്കെ നെവിനെ വല്ലാത്ത രീതിയിൽ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഷാനവാസ് എങ്ങനെയാണ് ടോപ്പ് 5 വന്നതെന്നുള്ളതാണ്. ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട് എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണല്ലോ ടോപ്പ് 5 ഷാനവാസ് എത്താനുള്ള കാരണം. പക്ഷേ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ടോപ്പ് 5 ആണ്. അതിനും ഭേദം നൂറ വരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നൂറ അവർ നൈസായിട്ട് ഗെറ്റ് ഔട്ട് എന്ന രീതിയിലേക്ക് മാറ്റി. ആൻഡ് അക്ബർ ഖാൻ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു മത്സരാർത്ഥിയാണ് തുടക്കം തൊട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ അക്ബർ വളരെ സ്ട്രോങ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു, എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. ടാസ്കുകളിലും 100% അല്ലെങ്കിൽ ഒരു 75% വെച്ചു 75% എങ്കിലും ഇൻപുട്ട് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. സോ ആ പുള്ളിയും ഡിസേർവ് ചെയ്യുന്നുണ്ട് ടോപ്പ് 5 വരെ. എന്നാലും ടോപ്പ് 5 എനിക്ക് ഷാനവാസിനൊന്നും മാറ്റിയിട്ട് നൂറയും കൂടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു പക്ക ഫ്രെയിമുള്ള ടോപ്പ് 5 ആയിട്ട് മാറിയേനെ. ബട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷേ അനുമോൾ തന്നെയാണ് മുമ്പന്തിയിൽ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അനുമോൾ തന്നെയാണ് ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ 7 വിജയിയായി മാറാൻ പോകുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അങ്ങനത്തെ തർക്കമില്ലാത്ത കാര്യങ്ങൾ നീളുമ്പോഴേക്കും കപ്പ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോടുകൂടി തന്നെ അനുമോളുടെ കൈകളിലേക്ക് എത്തും. അതിൽ ലാലേട്ടൻ അനുമോളുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഞാനിത് ഉറപ്പിച്ച് പറയുകയോ അല്ലെങ്കിൽ എനിക്ക് ലീക്കായി കിട്ടിയതോ ഒന്നുമല്ല. ട്രെൻഡ് അനുസരിച്ച്, പോക്കനുസരിച്ച് അനുമോൾക്ക് കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് മാത്രമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ, അവസാന നിമിഷത്തെ വോട്ടുകളെല്ലാം കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിൻ്റെ ലൈവൊക്കെ അവർ നിർത്തിയത്. പ്രേക്ഷകരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഡെഫേർഡ് ലൈവ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇനി എന്താണ് ഫിനാലെയിൽ വരാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ നമുക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് അനുമോൾ ആയിരിക്കാം വിജയ് എന്നുള്ള കാര്യത്തിൽ കൂടി നമ്മളൊന്ന് അഭിപ്രായം മുന്നോട്ട് വെച്ചത്.